നാലു കാര്യങ്ങൾ സൗഭാഗ്യത്തിന്റെ ലക്ഷണമാണ്. ഒന്ന്, സംഭവിച്ചുപോയ തെറ്റുകുറ്റങ്ങളെ ഓർക്കുക. അങ്ങനെ ഓർക്കുമ്പോൾ അതിയായ ഖേദവും സങ്കടവും ഉണ്ടാവും. അത് തൗബയിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യും. രണ്ടാമത്തേത്, ചെയ്ത നന്മകളെ മറന്നുകളയുക എന്നതാണ്. ചെയ്ത നന്മകൾ ഇങ്ങനെ ഓർക്കുകയും പറയുകയും ചെയ്തുകൊണ്ടിരുന്നാൽ അതൊരു പക്ഷേ കിബിർ വരാൻ സാധ്യതയുണ്ടാകും. മൂന്നാമത്തേത്, മതപരമായ ദീനീപരമായ കാര്യങ്ങളിൽ തന്നെക്കാൾ ഉയർന്നവരിലേക്ക് നോക്കുക. അപ്പോൾ മനസ്സിലാവും, എനിക്കും ഇനിയും ഉയരാനുണ്ട്, വളരാനുണ്ട്, എനിക്കൊരുപാട് നന്മകൾ ചെയ്യാനുണ്ട്, ഞാൻ എത്രയോ താഴെയുള്ള ഒരാത്മീയമായ അവസ്ഥയിലാണുള്ളത്, എനിക്കിതിൽ നിന്നും കുതിച്ചുയരണം, അല്ലാഹുവിലേക്ക് അടുത്തു പോകണം എന്നൊരു ചിന്ത ഹൃദയത്തിലേക്ക് വരും. നാലാമത്തേത്, ദുനിയാവിന്റെ കാര്യത്തിൽ തന്നെക്കാൾ താഴുന്നവരിലേക്ക് നോക്കുക. അപ്പോൾ അള്ളാഹു തനിക്ക് നൽകിയ അനുഗ്രഹത്തിന്റെ മഹത്വം എത്രയാണെന്നും ബോധ്യപ്പെടും. നാലു കാര്യങ്ങൾ സൗഭാഗ്യത്തിന്റെ ലക്ഷണമാണ്. ഒന്ന്, സംഭവിച്ചുപോയ തെറ്റുകുറ്റങ്ങളെ ഓർക്കുക. അങ്ങനെ ഓർക്കുമ്പോൾ അതിയായ ഖേദവും സങ്കടവും ഉണ്ടാവും. അത് തൗബയിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യും. രണ്ടാമത്തേത്, ചെയ്ത നന്മകളെ മറന്നുകളയുക എന്നതാണ്. ചെയ്ത നന്മകൾ ഇങ്ങനെ ഓർക്കുകയും പറയുകയും ചെയ്തുകൊണ്ടിരുന്നാൽ അതൊരു പക്ഷേ കിബിർ വരാൻ സാധ്യതയുണ്ടാകും. മൂന്നാമത്തേത്, മതപരമായ ദീനീപരമായ കാര്യങ്ങളിൽ തന്നെക്കാൾ ഉയർന്നവരിലേക്ക് നോക്കുക. അപ്പോൾ മനസ്സിലാവും, എനിക്കും ഇനിയും ഉയരാനുണ്ട്, വളരാനുണ്ട്, എനിക്കൊരുപാട് നന്മകൾ ചെയ്യാനുണ്ട്, ഞാൻ എത്രയോ താഴെയുള്ള ഒരാത്മീയമായ അവസ്ഥയിലാണുള്ളത്, എനിക്കിതിൽ നിന്നും കുതിച്ചുയരണം, അല്ലാഹുവിലേക്ക് അടുത്തു പോകണം എന്നൊരു ചിന്ത ഹൃദയത്തിലേക്ക് വരും. നാലാമത്തേത്, ദുനിയാവിന്റെ കാര്യത്തിൽ തന്നെക്കാൾ താഴുന്നവരിലേക്ക് നോക്കുക. അപ്പോൾ അള്ളാഹു തനിക്ക് നൽകിയ അനുഗ്രഹത്തിന്റെ മഹത്വം എത്രയാണെന്നും ബോധ്യപ്പെടും.